നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 25ാം ദിവസത്തിലേക്ക്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം തുടരുന്നത്. എന്നാൽ ആശമാർക്ക് ആനുകൂല്യം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരുകയാണ് പിണറായി സർക്കാർ. പ്രതിഷേധത്തിന്റെ ഭാഗമായി വനിതാ ദിനത്തിൽ മഹാസംഗമം സംഘടിപ്പിക്കാനാണ് ആശമാരുടെ തീരുമാനം. ആശാവർക്കർമാരുടെ സമരത്തെ ആക്ഷേപിച്ച എളമരം കരീമിന്റേത് വൃത്തികെട്ട ഭാഷയാണെന്ന് കവി കെ സച്ചിദാനന്ദൻ. ചുരുങ്ങിയത് മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കണം. വൃത്തികെട്ട ഭാഷ സംസാരിച്ചാൽ കമ്മ്യൂണിസം ഉണ്ടാവില്ല. ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനിയിൽ CPIM സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ CPIM ഘടകം കരുത്തുറ്റതെന്ന് പ്രകാശ് കാരാട്ട്. രാജ്യത്തെ ഏക ഇടതുഭരണം മാതൃകയാണെന്നും പിണറായി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണന്റെയും സീതാറാം യെച്ചൂരിയുടെയും നഷ്ടം നികത്താനാകാത്തതെന്നും കാരാട്ട് പറഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനിയിൽ CPIM സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷഹബാസ് കൊലക്കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം. മെറ്റ വിവരം ലഭിച്ച ശേഷം കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കും. നഞ്ചക്കിന്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കാനാവില്ലെന്നും പോലീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചായിരുന്നു നടപടി. പാങ്ങോട് പോലീസ് 3 ദിവസത്തേക്ക് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഷുഹൈബിനോട് ക്രൈംബ്രാഞ്ച് മുൻപാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് മുൻപാകെ ഹാജരായെങ്കിലും ഷുഹൈബ് അന്വേഷണവുമായി സഹകരിച്ചില്ല. SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാജ്യവ്യാപക റെയ്ഡ്. ഡൽഹിയിലെ ദേശീയാസ്ഥാനത്തടക്കം 14 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കേരളത്തിൽ 3 പരിശോധന നടക്കുന്നുണ്ട്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED നടപടി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. പാലക്കാടാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴയ്ക്കും സാധ്യത. 10 ദിവസത്തെ തുടർച്ചയായ നഷ്ടത്തിന് വിരാമമിട്ട് ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഉയർപ്പ്. ബുധനാഴ്ച വ്യാപാരം 1% ഉയർന്നു. മുംബൈ സൂചികയായ BSE സെൻസെക്സ് 740 പോയിന്റും ദേശീയ സൂചികയായ നിഫ്റ്റി 255 പോയിന്റും ഉയർന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻ ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വാർഷിക വിഭാസന ധ്യാനത്തിന്റെ വിമർശിച്ച് BJPയും കോൺഗ്രസ് നേതാക്കളും. സാധാരണക്കാരന്റെ പ്രതിനിധിയായി സ്വയം സ്ഥാപിക്കുന്ന ഒരു നേതാവിന് ഇത്രയും വലിയ വാഹന വ്യൂഹമായി സഞ്ചരിക്കാനും സംസ്ഥാന വിഭവങ്ങൾ ഉപയോഗിക്കാനും കഴിയുന്നുവെന്ന് ഇരു പാർട്ടികളെയും നേതാക്കൾ ചോദ്യം ചെയ്തു. 8ാമത്തെ വിഭാസന ധ്യാനത്തിനായി കേജ്രിവാൾ ആംബുലൻസുകൾ, ഫയർ എഞ്ചിനുകൾ, നിരവധി ആഡംബര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് ഹോഷിയാർപൂരിലെത്തിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ ആക്രമണ ശ്രമം. ആക്രമണത്തിന് പിന്നിൽ ഖലിസ്ഥാൻ വിഘടനവാദികളെന്ന് സ്ഥിരീകരണം. ജയശങ്കർ സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാതനായ യുവാവ് പാഞ്ഞെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ പതാക കീറിയെറിഞ്ഞതുമായിരുന്നു. ലണ്ടനിലെ ചതം ഹൗസിൽ പരിപാടിയിൽ പങ്കെടുക്കും മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പോപ്പിന് ഓക്സിജൻ തെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. ഇരു ശ്വാസകോശങ്ങളിലും അണുബാധയുള്ളതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ മാസം 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കുന്നതിൽ അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹമാസ് കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്നും ട്രംപ് വ്യക്തമാക്കി. സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് US മുന്നറിയിപ്പ്.
ഏപ്രിൽ 2 മുതൽ പകരത്തിന് പകരം തീരുവ നടപ്പിലാക്കാനുള്ള US നീക്കത്തിൽ പ്രതികരണവുമായി ചൈന. യുദ്ധമാണ് US വേണ്ടതെങ്കിൽ അവസാനം വരെ പൊരുതാൻ ബെയ്ജിംഗ് തയ്യാറാണെന്ന് ചൈന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ 10% നിന്നും 20%ആക്കി ഡൊണാൾഡ് ട്രംപ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും പിന്നാലെ ഇന്ത്യക്കെതിരെയും അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ അമേരിക്ക. ഏപ്രിൽ 2 മുതൽ തീരുവ നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ട്രംപ് തീരുമാനം വ്യക്തമാക്കിയത്. അമേരിക്കൻ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 100%-ലധികം തീരുവ ചുമത്തുന്നുണ്ടെന്നും ഇത് അന്യായമാണെന്നുമാണ് ട്രംപിന്റെ നിലപാട്. രാജീവ് ഗാന്ധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ബൊഫേഴ്സ് അഴിമതി കേസിൽ നിർണായക വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് CBI അമേരിക്കയെ സമീപിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഡൽഹിയിലെ പ്രത്യേക കോടതി പുറപ്പെടുവിച്ച ലെറ്റർ റോഗറ്റിലാണ് CBI അമേരിക്കയിലേക്ക് അയച്ചത്. ബൊഫേഴ്സ് തോക്കിടപാടുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാമെന്ന അമേരിക്കൻ സ്വകാര്യ അന്വേഷണ ഏജൻസി മേധാവിയായ മൈക്കിൾ ഹെർഷാന്റെ വെളിപ്പെടുത്തലിനാണ് CBI നീക്കം. അമേരിക്കൻ സ്വകാര്യ കമ്പനി ഇൻറ്റ്യൂറ്റീവ് മെഷീൻസിന്റെ ചാന്ദ്ര ലാൻഡർ അഥീന ഇന്ന് ചന്ദ്രനിൽ ഇറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 11:02 ലാൻഡിംഗ് ശ്രമം നടക്കുക. അമേരിക്കൻ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയിരുന്നു. കേവലം 4 ദിവസത്തെ ഇടവേളയിൽ രണ്ടാമതൊരു പേടകം കൂടി ചന്ദ്രനിൽ ഇറങ്ങിയാൽ അമേരിക്കയിൽ അതൊരു ചരിത്ര നേട്ടമാണ്. ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചതിനു പിന്നാലെ ഗാസയിൽ ആവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയരുന്നു. യുദ്ധത്തിന് പിന്നാലെ ഗാസയിലെ 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് പുറത്തുനിന്നെത്തുന്ന ഭക്ഷണത്തെയും ആവശ്യ വസ്തുക്കളെയുമാണ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ എത്തിയ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്തതിനാൽ ഗാസയിൽ വലിയ തോതിൽ നീക്കിയിരിപ്പില്ലെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ഏജൻസി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. 2 ആഴ്ചത്തേക്ക് കൂടിയുള്ള കരുതൽ ശേഖരമേ ഉള്ളൂവെന്നും അവർ അറിയിച്ചു. പച്ചക്കറികളുടെയും ധാന്യം അവന്റെയും വില ഗാസയിൽ കുതിച്ചുയരുകയാണ്. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി. മുഹമ്മദ് റിനാഷ്, PV മുരളീധരൻ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. വധശിക്ഷ നടപ്പാക്കിയ വിവരം വിദേശകാര്യ മന്ത്രാലയത്തെ UAE അറിയിച്ചു. കൊലപാതക കുറ്റത്തിനാണ് വധശിക്ഷ നടപ്പാക്കിയത്. US വിസ്കോൺസിൽ ഉണ്ടായ കവർച്ചാ ശ്രമത്തിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. തെലങ്കാന സ്വദേശി പ്രവീൺ കുമാർ ഗാംബെയാണ് മരിച്ചത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഷിക്കാഗോയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. വിസ്കോൺസിൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ് പ്രവീൺ. പാർട്ടിയിലെ പ്രായപരിധി നേരത്തെയുള്ളതെന്ന് CPIM മുൻ PB അംഗം S. രാമചന്ദ്രൻ പിള്ള. പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് പിന്തിരിപ്പൻ നയമെന്നും S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹരി. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് മോഷ്ടിക്കാനെന്ന പ്രതി. ചരക്കു ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽ കഷ്ണം തട്ടിത്തെറിപ്പിച്ചതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം അമരവിള LMS സ്കൂളിൽ അർദ്ധരാത്രി പ്രിൻസിപ്പൽ കയറിയ സംഭവം ചോദ്യപേപ്പർ കവർച്ചാ ശ്രമം അല്ലെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. ചോദ്യപേപ്പറിന്റെ കാവൽ ഡ്യൂട്ടിക്ക് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പർ സൂക്ഷിച്ചിരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ പ്രിൻസിപ്പൽ സ്കൂളിൽ എത്തിയതാണ് നാട്ടുകാരിൽ സംശയത്തിനിടയാക്കിയത്. മലപ്പുറം തൃക്കലങ്ങോട് കൂട്ടിൽ കുടുങ്ങിയ പുലിയെ തുറന്നുവിട്ടു. ഇന്ന് രാവിലെയാണ് പുലിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുളായി വനത്തിൽ തുറന്നുവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 24-കാരൻ മരിച്ചു. മരിച്ചത് ജാർഖണ്ഡ് സ്വദേശി സഞ്ജയ്. ഞായറാഴ്ചയാണ് വൈകിട്ടോടെയാണ് ആക്രമണം ഉണ്ടായത്. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ കാറിടിച്ച് റോഡിന് കുറുകെ ചാടിയ കാട്ടുപന്നി ചത്തു. വളാഞ്ചേരി എടയൂർ റോഡിൽ VP ഓഡിറ്റോറിയത്തിന് സമീപത്താണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു.
കോട്ടയത്ത് നോമ്പ് നമസ്കാരത്തിന് പോയ കർഷകന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക്. വല്ലങ്ങിപ്പാറ സ്വദേശി റസാഖിനാണ് പരിക്കേറ്റത്. ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം നേരിട്ടത്. പരിക്കേറ്റ റസാഖിനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ ഇടത് കൈക്കും ഇടത് കാലിനും പരിക്കേറ്റു. തൃശൂർ ചാലക്കുടിയിൽ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് വിദഗ്ധ ചികിത്സ ശുപാർശ ചെയ്ത് വനംവകുപ്പ്. ആനയുടെ കാലിൽ നീര് രൂപപ്പെടുകയും പാദം കുത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. മയക്കുവെടി നൽകി ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനാണ് അറസ്റ്റിലായത്. വനംവകുപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് കരുവാരക്കുണ്ട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയെന്ന പേരിൽ ജെറിൻ വീഡിയോ പ്രചരിപ്പിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാടിൽ കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറി. നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയായ അബുതാജാണ് നെടുമങ്ങാട് പോലീസിന്റെ പിടിയിലായത്. അബുതാജ് CI രാജേഷിനോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയുമായിരുന്നു. തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പോട്ട സ്വദേശി ജോയലിനെയാണ് 21 ഗ്രാം കഞ്ചാവുമായി പോലീസ് പിടിയിലായത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്രോളിംഗിനിടെയാണ് ജോയലിനേത് കഞ്ചാവ് കണ്ടെടുത്തത്. ലഹരി മാഫിയക്കെതിരെ പരിശോധനകൾ കൂടുതൽ കടുപ്പിച്ച എക്സൈസ്. മലപ്പുറം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 3 യുവാക്കൾ തൃത്താല എക്സൈസിന്റെ പിടിയിലായി. ചാലിശ്ശേരി സ്വദേശി ശ്രീകുട്ടൻ, ജിഷാദ് എന്നിവരാണ് എക്സൈസ് പിടികൂടിയത്. വെള്ളാട്ടുംകുളം പാടം റോഡിൽ 10 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിൽ ചാലിശ്ശേരി സ്വദേശി ആദർശും പിടിയിലായി. നെടുമങ്ങാട് കേരള മദ്യനിരോധന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഓച്ചിറ ആബിദ് മൗലവി അൽ ഹാദി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം താനൂരിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. രാത്രി 1 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് നിന്നും താനൂർ ദേവദാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് മറിഞ്ഞത്. 4-അംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം രണ്ടത്താണിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. രണ്ടത്താണി സ്വദേശി മുനവറാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാൾ രണ്ടത്താണിയിലെ ആശുപത്രിയിലും മറ്റൊരാൾ കോട്ടക്കലിലെ ആശുപത്രിയിലും ചികിത്സയിലും. ദേശീയപാത തൃശൂർ ചേറ്റുവയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് തടഞ്ഞു നിർത്തി യുവാവ് ചില്ലടിച്ച് തകർത്തു. സംഭവത്തിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റു. ആക്രമണത്തിന് ശേഷം യുവാവ് ബൈക്കിൽ രക്ഷപ്പെടുകയാണ്. തൃശൂരിൽ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ. സംഭവത്തിൽ ഭർത്താവായ ഡെറിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതി സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതിന്റെ വിരോധത്തിലാണ് ആക്രമണം നടത്തിയത്. യുവതി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വാഹനം ഓടിച്ച് കയറ്റി കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശികളായ അജാസ്, റഫീഖ്, അജ്മൽ, സനാബ് എന്നിവരാണ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധന നടത്തിയിരുന്ന ഫോറസ്റ്റ് ഓഫീസറെയും സ്റ്റാഫിനെയും വാഹനം ഓടിച്ച് കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. തൃശൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് സ്വദേശി നവീനെയാണ് പോലീസ് പിടികൂടിയത്. സിബിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നവീൻ. തൃശൂരിൽ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കാലടി കവർച്ചാ കേസിലെ പ്രധാന പ്രതിയായ പെരിഞ്ഞനം സ്വദേശി അനീസിനെയാണ് തടങ്കലിലാക്കിയത്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസിലും 2024 വധശ്രമ കേസിലും ഉൾപ്പെടെ 8ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊല്ലം ചടയമംഗലത്ത് യുവാവിനെ പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ശിവപ്രസാദ്, രാജേഷ്, ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ തേവന്നൂർ സ്വദേശി അനീഷാണ് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് സംഭവം. കൊല്ലം ഇരവിപുരത്ത് ബൈക്ക് മോഷ്ടാവ് പോലീസ് പിടിയിൽ. മുണ്ടക്കൽ സ്വദേശി സുജു ഫെർണാണ്ടസാണ് പിടിയിലായത്. ചൊവ്വാഴ്ചയാണ് രാത്രിയിലാണ് മയ്യനാട് സ്വദേശി രാജേഷിന്റെ ബൈക്ക് മോഷണം പോയത്. രാജേഷിനെ കുടുംബം സമീപത്തെ ക്ഷേത്ര ഉത്സവത്തിന് പോയ സമയത്താണ് മോഷണം നടന്നത്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്ന് 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. ചാപ്പനങ്ങനാട് സ്വദേശി നബീറാണ് പിടിയിലായത്.
ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ 24 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇയാൾ തന്ത്രപൂർവ്വം കൈക്കലാക്കിയത്. കാസർഗോഡ് ഏച്ചിക്കാനത്ത് തോക്ക് ചൂണ്ടി കവർച്ച. ഏച്ചിക്കാനം പ്രിയ മെറ്റൽസ് ട്രഷറർ മാനേജർ രവീന്ദ്രനാണ് കവർച്ചയ്ക്കിരയായത്. സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമ ടിക്കറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1 ലക്ഷം രൂപ നഷ്ടം വരുത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് വിജയം തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. ഇടുക്കിയിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബവും പൊതുപ്രവർത്തകരും. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യമാണ് സംശയത്തിനിടയാക്കിയത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇടുക്കി SP-ക്ക് പരാതി നൽകി. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. നാവായിക്കുളം സ്വദേശി അഭിജിത്തിനെയാണ് കല്ലമ്പലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് ഇയാൾ. ഇന്നലെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിവാഹം വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. ഉഴവത്തുകാട് സ്വദേശിയായ നഹാസാണ് അറസ്റ്റിലായത്. മേത്തല സ്വദേശിനിയെ വിവാഹം വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് അറസ്റ്റ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുന്നു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രിസം പദ്ധതിയിൽ കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് മാർച്ച് 10 വരെ അപേക്ഷിക്കാൻ. +2 വീഡിയോ എഡിറ്റിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 35 വയസ്സാണ് പ്രായപരിധി. ബയോഡാറ്റയും ബന്ധപ്പെട്ട യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ അയക്കണം. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. കോഴിക്കോട് മണിയൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് ഗസ്റ്റ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്, ഡിഗ്രി, ഡിപ്ലോമ, NTC, NC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴിക്കോട് മാളിക്കടവിലെ ഗവൺമെന്റ് വനിതാ ITIയിൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡിപ്ലോമ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം മാർച്ച് 11 രാവിലെ 11 മണിക്കെത്തണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 20 വൈകുന്നേരം 3 മണിവരെ അപേക്ഷ സ്വീകരിക്കും. തൃശൂരിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന ക്ലാസ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 VHSC ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ 1 മുതൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്ലാസ് നടത്തുന്നത്. എറണാകുളം കളമശ്ശേരിയിൽ സംരംഭകർക്കായി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ചേർന്ന് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 10 മുതൽ പരിശീലനത്തിൽ സംരംഭകർക്ക് പങ്കെടുക്കും. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗാന്ധി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രി GR അനിൽ അധ്യക്ഷനാകും. ആലപ്പുഴ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് തെക്ക് വശത്തുള്ള ലെവൽ ക്രോസ് നമ്പർ 124 അടച്ചിടും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ മാർച്ച് 8 വൈകിട്ട് 6 വരെയാണ് അടച്ചിടുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികൾ വായനശാല സ്ഥാപിച്ചു. വായനശിരാത് എന്ന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കിയിലെ സോട്ടുപാറ സർക്കാർ ഹൈസ്കൂളിലാണ് വായനശാല സ്ഥാപിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കുമാർ KR പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു.
മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ EKYC പൂർത്തിയായിരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് 31 അവസാനിക്കും. EKYC പൂർത്തീകരിക്കാത്തവർക്ക് റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യത. പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്ത് യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ IHRDയുടെ നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിക്കും. മാർച്ച് 7 വിവിധ നഗര കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 88 IHRD സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിവിധ നഗര കേന്ദ്രങ്ങളിൽ ലഹരി വ്യാപനത്തിനെതിരെ റൺവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ കൂട്ടയോട്ടം നടക്കും. രാവിലെ 7:30 ആരംഭിക്കുന്ന കൂട്ടയോട്ടത്തിൽ സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ട പ്രമുഖരടക്കം പങ്കാളികളാകുമെന്ന് മന്ത്രി അറിയിച്ചു. കൂട്ടയോട്ടത്തിന്റെ സംസ്ഥാനതല ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി ഡോക്ടർ R. ബിന്ദു കൊല്ലത്ത് നിർവഹിക്കും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സഹസ് കേരള യാത്രക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. ദേവികുളം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രത്തിലൂടെ പര്യടനം നടത്തിയായിരുന്നു മഹിളാ സഹസ് കേരള യാത്ര അടിമാലിയിലെത്തിയത്. സ്വീകരണ സമ്മേളനം മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ള വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ചിത്രങ്ങൾക്കപ്പുറം ശില്പങ്ങളുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെയുമാണ് പോയകാല ചരിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും പഴയകാല ഉപകരണങ്ങളും ഫുഡ് കോർട്ടും പ്രദർശനത്തിലുണ്ട്. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിൽ രാജാക്കാടിന് സമീപം റോഡ് ഇടിഞ്ഞു താഴ്ന്ന മാസങ്ങളായെങ്കിലും നന്നാക്കാതെ അധികൃതർ. കഴിഞ്ഞ ഒക്ടോബറിലാണ് റോഡിലെ കളിയിക്കൽപ്പടി ഭാഗത്ത് ക്രാഷ് ഗാർഡ് ബാരിക്കർ ഉൾപ്പെടെ 30 അടി താഴ്ചയിലേക്ക് പാടത്തേക്ക് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. 64ാമത് ഓൾ കേരള പോളിടെക്നിക് കായികമേളയോടനുബന്ധിച്ച് അത്ലറ്റിക് മത്സരങ്ങൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്ത മേള ഇന്ന് സമാപിക്കും. 4 മുതൽ 3 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. തൃശൂരിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയങ്ങൾക്ക് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ ലക്ഷ്യം. റെഗുലേറ്ററിലെ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതോടെ സംഭരണ ശേഷിയിലുണ്ടായ കുറവും ഇതിലൂടെ കണ്ടെത്തും. മലപ്പുറം വളാഞ്ചേരിയിൽ നവീകരിച്ച നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ലാബ് നാടിന് സമർപ്പിച്ചു. നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച അങ്കണവാടി ഹെൽപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട എറവ് വിദ്യാമന്ദിർ അങ്കണവാടിയിലെ അനീസിനെ അരിമ്പൂർ പഞ്ചായത്ത് ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ആദരവ് കൈമാറി. വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് പുരസ്കാരം സമ്മാനിക്കും. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് എടപ്പാൾ ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫസീല നജീബ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി R. രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. 18ാമത് മലങ്കര ഓർത്തഡോക്സ് ചെങ്ങന്നൂർ ഭദ്രാസന കൺവെൻഷന് തുടക്കമായി. മാർ പീലക്സിനോസ് നഗറിൽ നടന്ന കൺവെൻഷൻ തുമ്പമൺ ഭദ്രാസാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം മെത്രോപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന മെത്രോപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് അധ്യക്ഷത വഹിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശഗാനം പ്രകാശനം ചെയ്തു. ആശ്രമം മൈതാനത്തെ ചരിത്ര പ്രദർശന പവലിയനിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗാനത്തിന്റെ CD മന്ത്രി P. രാജീവിൽ നിന്നും ജോൺ ബ്രിട്ടാസ് MP ഏറ്റുവാങ്ങി. തുടർന്ന് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം പ്രദർശിപ്പിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ MA യൂസഫ് അലി, കേരള മുസ്ലിം ജമാഅത്ത് പ്ലാനിംഗ് സെൽ ചെയർമാനും സുന്നി വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗവുമായ
കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഗ്മിയും കാരന്തൂർ മാർക്കസ് കോളേജ് പ്രൊഫസറുമായ ഹാഫിൽ മുഹമ്മദ് അബൂബക്കർ സഖാഫിയും ഒപ്പമുണ്ടായിരുന്നു. അബുദാബിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അതിഥികളായി റമസാൻ മാസത്തിന്റെ മതപ്രഭാഷണങ്ങൾ നടത്താനാണ് ഇരുവരും എത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വെളിനല്ലൂർ CHC അവഗണിക്കുന്നതിനെതിരെയും ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് സമരം നടന്നത്. രാപ്പകൽ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ PR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും. ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ഇപ്പോൾ 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. ഉഷേ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ റിട്ടേൺ